വയനാട് തൃശ്ശിലേരിയിലെ മുത്തുമാരി എന്ന ഗ്രാമത്തിലെ ആളുകൾ ആനപ്പേടി മൂലം സമാധാനമായി ഉറങ്ങിയിട്ട് 2 മാസത്തിലേറെയായി. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലിറങ്ങുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്ന് ഇവിടെയുള്ള നാട്ടുകാർ പലപ്പോഴും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മുത്തുമാരിയിൽ ഏറ്റവും ആദ്യം കാട്ടാനയുടെ മുൻപിൽപ്പെട്ടത് യോഹന്നാൻ ചേട്ടനാണ്. വർഷങ്ങളായി വനംവകുപ്പിൽ എലഫന്റിന്റെ ഗൈഡായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു യോഹന്നാൻ ചേട്ടൻ. എങ്ങനെയായിരുന്നു ചേട്ടാ ആ സംഭവം എന്ന് പറഞ്ഞു? ഒരു 8-9 മണിയോടുകൂടി സമയത്ത് വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ആന കവങ്ങൊടിക്കുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. ഞാനും മോനും എൻ്റെ അയലത്തുള്ള വേറെ മനു എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ആന തൊട്ട് മുൻപിൽ പെടുകയും അന്നേരം തന്നെ ഞങ്ങൾ കണ്ടപാടെ ആന ചീറി ഞങ്ങളുടെ അടുത്ത് വരികയും ഞാൻ ഓടി വീണു. ആന വന്ന് എൻ്റെ തൊട്ട് ബാക്കിൽ കുത്തി ഏതാണ്ട് 3/4 മീറ്റർ ഡിസ്റ്റൻസിൽ ഞങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ആന എനിക്ക് കുത്തുന്ന കണ്ടുകൊണ്ട് മോൻ തൊട്ടടുത്ത് നിന്ന് ഞങ്ങൾ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ട് ആന പെട്ടെന്ന് ഓടുകയും ഞാൻ അവിടുന്ന് എണീച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പെട്ടെന്നുള്ള സംഭവമാണ്. ഈ കൊല്ലം തന്നെ പ്രത്യക്ഷപ്പെട്ട ആനയാണ്. ഈ ആന നമ്മുടെ ഈ തൃശ്ശേരി ഭാഗത്ത് വയനാട്ടിൽ കണ്ടിട്ടില്ല. ഇത് കർണാടകയിൽ നിന്ന് പുതിയതായിട്ട് വന്ന ആനയാണ്. ഇതൊരു കൊലയാന തന്നെയാണ്. ഇതാവരായിട്ട് ഇങ്ങനത്തെ ഒരു ആൾക്കാരെ ഓടിക്കുന്ന ആന ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മുത്തുമാരി അങ്കണവാടിക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം കാട്ടാന എത്തിയത്. ചിഹ്നം വിളിച്ച് തുമ്പിക്കൈ ഉയർത്തി പാഞ്ഞെടുത്ത ആനയുടെ മുൻപിൽ നിന്ന് ഭാഗ്യം തുണച്ചതിനാലാണ് ജോബിഷ് രക്ഷപ്പെട്ടത്. 6 മണി ആയപ്പോൾ അവിടുന്ന് ഒടുക്കി ഒച്ച കേട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ഒത്തിരി അങ്ങോട്ട് പോയി, ഇവിടെ വരെ പോയിട്ടു. അപ്പോഴാണ് സംഭവം കണ്ടത്. ഞാൻ ആനയെ കണ്ടില്ല, ആന എന്നെ കണ്ടു. ആന അവിടുന്ന് കരഞ്ഞ ഒച്ച കേട്ടുകൊണ്ട് ഞാൻ അവിടുന്ന് റിട്ടേൺ ഓടി വന്നു. ഇവിടെ എത്തുന്നതിനും ആന റോഡിൽ ചാടി കയറി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഇപ്പുറത്തേക്ക് മാറിയപ്പോൾ ആന വീണ്ടും എൻ്റെ ഒപ്പത്ത് ഒരു ചെറിയ 100 പോയിൻ്റാണ് ഞാൻ കഴിച്ചതായത്. അതേ ഞാൻ ഇങ്ങോട്ട് കയറിയിട്ട് ആന പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആന അങ്ങോട്ട് പോയ പോക്കിന് ഞാൻ പെട്ടെന്ന് ഉള്ളിൽ കയറിയിട്ട് പപ്പാനെ ഇവരൊക്കെ വേഗം വിളിച്ചു. ഇവർ ഓടി വന്നു. അപ്പോഴത്തേനും ഞങ്ങൾ പുറത്തെല്ലാം പൊട്ടിച്ച് ആന അതിലങ്ങനെ നേരെ അങ്ങോട്ട് പോയത്. പിന്നെ താഴെയാണ് കൂടെ സംഭവിച്ചത്. ഒരു 10 തെങ്ങും 6 കവുങ്ങും എല്ലാം നശിപ്പിച്ചിട്ടാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ കൃഷിയിടത്തിലെ വേലി പൊളിച്ചാണ് വെളിയപ്പള്ളി എബ്രഹാമിന്റെ വീടിന്റെ സമീപത്തേക്ക് എത്തിയത്. വീടിന് സമീപത്ത് തുമ്പിക്കൈ ഉയർത്തി നിലയുറപ്പിച്ച കാട്ടാന ആളുകൾ പടക്കം പൊട്ടിച്ചതിനെ തുടർന്നാണ് പിന്തിരിഞ്ഞത്. ഇവിടുത്തെ മനുഷ്യന്മാരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. ഈ പോസ്റ്റർകാർ അധികൃതർ എന്തൊക്കെ കാര്യമായ ഇത് ശരിയാക്കി തന്നാൽ മാത്രം ഇവിടെ ജനങ്ങൾക്ക് ജീവിതം ഉണ്ടാവുള്ളൂ. എല്ലാ സംഗതിയെല്ലാം പോക്കാണ്. ഏത് നിമിഷം ആരെങ്കിലുമൊക്കെ ദിവസം വെച്ച് ആനയ്ക്ക് ഇരയാവും. അതിനുള്ള സാധ്യത 99% ശരിയായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആന ശരിയും 2 ദിവസം 4 ദിവസം കഴിയുമ്പോൾ കടുവയായി, പുലിയായി, പിന്നെ ഈ വേറൊരു സാധനം മനുഷ്യനെ പിടിക്കുന്ന കരടി, ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ എത്തുന്ന എന്താ പ്രതീക്ഷയുള്ളത്? നാളേക്ക് അതൊക്കെ സംഭവിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ശല്യം ഇല്ലായിരുന്നു. പലപ്പോഴും 10 വർഷത്തോളമായി സ്ഥിരമായിട്ട് ഇങ്ങനെ പറമ്പിൽ കയറി നശിപ്പിക്കുന്നത്. നമ്മൾ ഈ കൂലിപ്പണിയെടുത്ത് കൊണ്ടുവച്ച തൈകളാണ് ഇത് മൊത്തം. അത് മുഴുവൻ നിമിഷം നേരം കൊണ്ടൊക്കെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്നോട് ജനങ്ങൾ ജീവിക്കും. നമുക്ക് സർക്കാർ ജോലിയില്ല, ശമ്പളം വരാനുമില്ല, വിദേശത്തെ ആൾക്കാരും നമ്മൾ ഈ കൂലിപ്പണി ചെയ്തു ഈ പറമ്പിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നത്. അത് മുഴുവൻ ഇങ്ങനെ നിമിഷം കൊണ്ട് നശിപ്പിച്ചു. നമ്മളിപ്പോൾ ചെയ്യും. മുത്തുമാരിയിൽ വനാതിർത്തിയിലെ കമ്പിവേലി നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാലാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനക്കലിയിൽ ഇനിയും ഒരു ജീവൻ പൊലിയുന്നതുവരെ നടപടികൾ എടുക്കാൻ വനംവകുപ്പ് കാത്തു നിൽക്കരുത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ കാടുകയറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുവാനാണ് മുത്തുമാരിയിലെ ജനങ്ങളുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചേത്തനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.